നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പ്രചാരണം തുടരുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും ബിജെപിയുടെയും തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളുമായി അനന്തു ചേരുകയാണ് നമുക്കൊപ്പം. അനന്തു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൈദ്യുതക്കണിയിൽ നിന്നും ഷോക്കേറ്റ് 15 വയസ്സുകാരനായ വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത്. മുന്നണികളെല്ലാം തന്നെ ആ വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും NDAയുടെയും തീരുമാനം. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. പിന്നിൽ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ്. ഫോറസ്റ്റ് ഓഫീസിലേക്ക് 10:30 സ്ഥാനാർത്ഥി തന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണ് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. മലയോര ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക, കൊല്ലപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP ഇന്ന് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തുന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വഴിക്കടവ് KSEB ഓഫീസിലേക്കാണ് UDFന്റെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. KSEB ഈ വൈദ്യുതി കെണി അടക്കമുള്ള കാര്യങ്ങളിൽ പരാതി ലഭിച്ചിട്ടും ഗുരുതരമായ വീഴ്ച വരുത്തി അത് പരിഗണിച്ചില്ല, അവഗണിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചാണ് KSEB ഓഫീസിലേക്ക് UDF ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതേസമയം LDFന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം, ഈ വഴിക്കടവ് പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്നതാണ്, കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായി, ആ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇന്ന് മാർച്ച് നടത്തുമെന്ന് LDF കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രതിഷേധവും ഇന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഇന്ന് അരങ്ങേറുന്നു. മരിച്ച അനന്തുവിൻ്റെ വീട് വിവിധ നേതാക്കൾ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തുന്നുണ്ട്. BJP നേതാവ് K. സുരേന്ദ്രൻ സന്ദർശിക്കുന്നുണ്ട്. വിവിധ പാർട്ടി നേതാക്കൾ ഇന്ന് സന്ദർശനം നടത്തുന്നുണ്ട്. വനമന്ത്രി AK. ശശീന്ദ്രൻ ഇന്ന് നിലമ്പൂരിൽ എത്തുമെന്നുള്ളൊരു സൂചനകളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലം ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യ ആയുധമാക്കുന്നതും ഈ ഒരു വന്യജീവി പ്രശ്നത്തിൽ മൂലമുണ്ടായ ഒരു അപകടം തന്നെയാണ്. ശരി അനന്തു. നിലമ്പൂരിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി VS അനന്തുവാണ് നമ്മോടൊപ്പം ചേർന്നത്.